Hi friends, welcome to DI Solutions. Today we are discussed about the topic how to create the vendors in Soho Books. അതിനായി പർച്ചേസ് മൊഡ്യൂളിൽ വെണ്ടർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓപ്പണായി വരുന്ന വിൻഡോയിൽ ന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെണ്ടർ ഡീറ്റെയിൽസ് ഫ്രം GST എന്ന് ക്ലിക്ക് ചെയ്യുക. ഓപ്പണായി വരുന്ന വിൻഡോയിൽ GST നമ്പർ എൻ്റർ ചെയ്ത് വെണ്ടർ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുക. വെണ്ടറിൻ്റെ നെയിമും അഡ്രസ്സും ക്രോസ് ചെക്ക് ചെയ്യുക. ഈ അഡ്രസ്സിലേക്ക് തന്നെയാണ് ബില്ലിംഗ് നടത്തുന്നതെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം അഡ്രസ്സിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ബില്ലിംഗ് അഡ്രസ്സ് ഓട്ടോ ഫില്ലായി വരികയുള്ളൂ. കമ്പനി നെയിം, GST നമ്പർ, സപ്ലൈ ഓഫ് സർവീസ് ഓട്ടോ ഫില്ലായി വരും. കമ്പനി നെയിമിൻ്റെ അവിടെ ഓണറുടെ നെയിം ആണെങ്കിൽ അത് മാറ്റി കമ്പനി നെയിം ആക്കണമെങ്കിൽ ഗെറ്റ് ടാക്സ് പെയർ ഡീറ്റെയിൽസിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് അപ്ഡേറ്റ് കൊടുക്കുക. അവിടെ ഓണറുടെ പേര് മാറിയിട്ട് കമ്പനി നെയിം തന്നെയാകും. അഡ്രസ്സ് ഓട്ടോ ഫില്ലായി വന്നിട്ടുണ്ട്. ബില്ലിംഗ് തന്നെയാണ് ഷിപ്പിംഗ് അഡ്രസ്സായിട്ട് വരുന്നതെങ്കിൽ കോപ്പി ബിൽസ് ചെയ്യുക. അടുത്തത് കോൺടാക്ട് പേഴ്സൺ ആണ്. കോൺടാക്ട് പേഴ്സണിൽ ഈ കമ്പനി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ, ഈ കമ്പനിയിൽ അക്കൗണ്ടൻ്റ് വെയർ ഹൗസിലായിട്ടുള്ള ഒരു പേഴ്സണെ നമുക്ക് കീപ്പ് ഓൺ ടച്ചിന് വേണ്ടിയിട്ട് കോൺടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യണം. അതിനായി ഫോൺ നമ്പേഴ്സൊക്കെ നമുക്ക് ഇവിടെ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. ദെൻ ബാങ്ക് ഡീറ്റെയിൽസ്, വെണ്ടർക്ക് പേയ്മെൻറ്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബാങ്ക് നമുക്കിവിടെ അറ്റാച്ച് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഇനി റിപ്പോർട്ടിംഗ് ടാഗ് എന്ന് പറയുന്നത് അതൊരു പെർട്ടിക്കുലർ ഡൊമൈനാണ്, അല്ലെങ്കിൽ ഒരു ലൊക്കേഷൻ ഡീറ്റെയിൽസ് ആകാം. ഇത് നമുക്ക് ഈ റിപ്പോർട്ടിംഗ് ടാഗിനെ നമുക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റും. ഐറ്റത്തിൽ, ഇൻവോയ്സിൽ, ജേർണൽസിലായിട്ടും സെയിൽസ് ഓർഡേഴ്സിൽ, പർച്ചേസിലൊക്കെ ആയിട്ട് നമുക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ കസ്റ്റം ഫീൽഡായിട്ടും റിപ്പോർട്ടിംഗ് ടാഗായിട്ട് നമുക്ക് റിപ്പോർട്ട് എടുക്കാനായിട്ടും പറ്റും. ദെൻ റിമാർക്സിൽ ഈ കസ്റ്റമറുമായിട്ട് റിലേറ്റ് ചെയ്തൊരു നോട്ട് നമുക്കിവിടെ മെൻഷൻ ചെയ്യാം. സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കസ്റ്റമറെ ക്രിയേറ്റ് ആയി കഴിഞ്ഞു. ഈ കസ്റ്റമർക്ക് നമുക്കിതിൽ നിന്ന് കസ്റ്റമർ ഓവർവ്യൂ നമുക്ക് കിട്ടും. കമൻസ് അയക്കാം. ഇതിൽ ട്രാൻസാക്ഷൻസ് നമുക്ക് ബില്ലിങ്, ബിൽ പേയ്മെൻറ്റ്സ്, എക്സ്പെൻസിൽ നമുക്ക് ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റും. കസ്റ്റമർ സ്റ്റേറ്റ്മെൻറ്റ് നമുക്കിവിടെ കിട്ടും. കസ്റ്റമർ സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്കിവിടെ കസ്റ്റം ചെയ്യാനും ഏത് മന്ത് ബേസ് ആണോ ഇയർലി ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് കിട്ടും. ആ സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് PDF ആയിട്ട് കൺവേർട്ട് ചെയ്യാനും പ്രിൻ്റ് എടുക്കുവാനും എക്സൽ ഫോമിലേക്ക് അയച്ച് മെയിൽ അയക്കുവാനും നമുക്ക് പറ്റും.